വിഷു കഴിഞ്ഞിട്ടായിട്ട് തെളിവുകൾ പുറത്തു വരും. വിഷു കഴിഞ്ഞിട്ട് വിഷു 15-ാം തീയതി ചങ്ങാതി. ഞാൻ 16-17 ഞാൻ പറഞ്ഞല്ലോ, നിങ്ങളുടെ മുന്നിൽ എനിക്ക് വരണമെങ്കിൽ എവിഡൻസ് കൃത്യമാണ്. അതിന് എനിക്ക് സമയം കിട്ടണ്ടേ? എന്റെ ഞാൻ പുതിയ തെളിവ് ഇന്ന് തരാമെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല നിങ്ങളോട്. പറഞ്ഞോ? ഞാൻ നിങ്ങളെ ഇന്ന് ഒന്നും പറഞ്ഞിട്ടില്ല. നിങ്ങളാണ് ഇപ്പൊ എന്റെ അടുത്ത് വന്നത്. എന്തിനാന്ന് ഞാൻ ചോദിച്ചിട്ടില്ല. പറഞ്ഞാലല്ലേ എനിക്ക് ചോദിക്കാൻ പറ്റില്ല. ഞാൻ തെളിവ് നിങ്ങൾ ചൊവ്വാഴ്ച താങ്കൾ നേരത്തെ ഉന്നയിച്ച ആരോപണമുണ്ട്, CBI കൗൺസിലിനെ നിയമിക്കാൻ പണം നൽകി പിന്നീട് അത് തിരിച്ച് ചോദിച്ചു PJ കുര്യന്റെ അടക്കമുള്ള ആളുകൾ അത് ഓൺ ചെയ്യുന്നു. താങ്കൾ ഇങ്ങനെ വന്ന് കണ്ടിരുന്നു. പക്ഷെ അനിൽ ആന്റണി അത് പൂർണ്ണമായും തള്ളിയിട്ടുണ്ട്. അങ്ങനെ ഒരു സംഭവം തന്നെ ഇല്ല എന്നാണ് പറയുന്നത്. താങ്കൾക്ക് ഇതിൽ എന്താണ് ഇനി മറുപടി? ഞാൻ അതിനകത്ത് പറഞ്ഞ മറുപടി എന്ന് പറഞ്ഞാൽ അതിന് എനിക്ക് എവിഡൻസ് വെച്ച് പ്രൂവ് ചെയ്യണം. എവിഡൻസുകൾ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. അന്നത്തെ CBI കൗൺസിലിനെ അപ്പോയിന്റ് ചെയ്യാൻ തന്ന ലെറ്റർ അത് ഞാൻ അനിലിന് കൊടുത്തത്. അനിൽ എന്നോട് നടത്തിയ 9868 എന്ന് പറഞ്ഞ MTNL ഫോണിൽ നടത്തിയത് ഇതൊന്നും സംഘടിപ്പിക്കേണ്ട 10 കൊല്ലത്തെ പഴക്കമില്ലേ? നിങ്ങളുടെ മുന്നിലേക്ക് വന്നെങ്കിൽ ഞാൻ മാന്യമായിട്ട് വരണ്ടേ? അപ്പൊ തെളിവുകൾ ഉണ്ട് എന്ന വാദത്തിൽ താങ്കൾ ഞാൻ പറഞ്ഞില്ലേ, ഇതിനകത്ത് ഒരു അന്വേഷണം ഉറപ്പാണ്. NDA വീണ്ടും 3ാം NDA വന്നാൽ എന്റെ പേരിൽ അന്വേഷണം ഓർഡർ ചെയ്യും. അന്വേഷണത്തിൽ ഞാൻ പ്രതിയാവും. മനസ്സിലായില്ലേ? ഈ ആരോപണത്തിന്റെ എന്താ വിഷയം? CBI കൗൺസിലിനെ വയ്ക്കാൻ പോയതൊന്നും രാജ്യത്ത് വിധ്വംസ പ്രവർത്തനമൊന്നുമില്ല. പിന്നെ ആ കാലഘട്ടത്തിൽ പണം വിത്ത് ചെയ്യാൻ അനുമതിയുണ്ട്, ക്യാഷ്. ഞാൻ അക്കൗണ്ടിൽ നിന്ന് വിത്ത് ചെയ്തേക്കാം. ഇപ്പൊ ലിമിറ്റേഷൻ ഉണ്ട്, 2 ലക്ഷത്തിൽ കൂടുതൽ. അന്ന് എത്ര പണമാണ്? 25 അനിലിന് നേരിട്ട് ഒരു ദുബായ് ഡ്യൂട്ടി പെയ്ഡിന്റെ കവറിലാക്കി അശോക് ഹോട്ടലിന്റെ സാഗരജ്ഞയില് ഒരു ബ്രൗൺ ഹോണ്ട സിറ്റി. ആ ഹോണ്ട സിറ്റി ഇപ്പൊ അസറ്റിൽ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. അനിൽ AK ഒരു PSO അസിസ്റ്റന്റ് PSO ഡൽഹി പോലീസുകാരനെ കൊണ്ടുവന്ന അയാളുടെ ഫേസ് എനിക്ക് ഓർമ്മയുണ്ട്. പണം കൊടുത്തിട്ടുണ്ട് എന്നുള്ള ആക്ഷേപത്തിൽ മാറുന്നില്ല. അതിന് മാറൂല, അത് പ്രൂവ് ചെയ്യുന്നല്ലേ ഞാൻ പറഞ്ഞത്. അതിനെ കുറിച്ച് നിങ്ങൾ സംശയം വേണ്ട. ഞാൻ ഐ ആം ഇൻ ലൈവ് അപ് ടു ചൊവ്വാഴ്ച വരെ ഞാൻ പ്രൂവ് ചെയ്തിരിക്കും. എന്ത് ഡിജിറ്റൽ എവിഡൻസ് ആണ് താങ്കളുടെ കയ്യിലുള്ളത്? അത് നിങ്ങൾ ചോദിക്കണം. നിങ്ങൾക്ക് കിട്ടിയാൽ പോലെ. അതെ, അതെന്റെ ഉത്തരവാദിത്വം. പ്രൂവ് ചെയ്യേണ്ടത് ഞാൻ ഞാൻ പറയണ കേക്ക് സഹോദര. ഞാൻ തരുന്ന കാര്യങ്ങൾ കോൺക്രീറ്റ് ആവണം. അത് എപ്പോഴും കൊടുക്കും. ചൊവ്വാഴ്ച കൂടി തരാന്ന് പറഞ്ഞു വേണം. കളക്ട് ഒന്നും ചെയ്യണ്ട. പക്ഷേ ഇതിൽ ഇങ്ങനെ ഒരു ആക്ഷേപം, ഞാൻ പോയ ആ സംഭവം നടന്ന ലൊക്കേഷൻ ഒന്നും കൂടി എനിക്ക് മനസ്സിലേക്ക് ഓർമ്മിപ്പിക്കണം. എന്താണ് നടന്നത്? ഇയാള് ഞാനിത് സാധാരണ എന്തെങ്കിലും ആൾ വിളിച്ചാൽ റെക്കോർഡ് ചെയ്യാറില്ല, സേവ് ചെയ്യാറില്ല. ഇപ്പൊ ഷിജു അദ്ദേഹം വിളിച്ചാൽ പോലും എനിക്ക് അദ്ദേഹത്തിന്റെ നമ്പർ ആരാന്ന് ചോദിക്കേണ്ടി വരും. ബിനു രാജ് അദ്ദേഹം എന്നെ 4 തവണ വിളിച്ചു. ഞാൻ ആരാന്ന് ചോദിക്കാൻ പുള്ളിയൊക്കെ സേവ് ചെയ്യാത്തില്ല, സേവ് ചെയ്യാറില്ല. 2, ഇദ്ദേഹം എന്നെ ഈ പണത്തിന് 6-7 തവണ ഡെസ്പായിട്ട് വിളിച്ചപ്പോൾ എനിക്കൊരു സംശയം തോന്നി. വേറെ പണം അല്ലെങ്കിൽ ഞാൻ ഈ പണിക്ക് റെക്കോർഡ് ചെയ്യാം. മാഡം, ഞാൻ പ്രൂവ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഞാൻ ബ്ലഫ് അല്ല പറയണം. അതായത് ചൊവ്വാഴ്ചക്കുള്ളിൽ തെളിവ് ഞാൻ വീണ്ടും പറയണം. ഐ മീൻ ലൈവ്. ഇമ്മ്യൂണിറ്റി നഷ്ടപ്പെട്ട ജനതയാണ്. മാഡം അങ്ങനെ പറയല്ലേ. ഞാൻ നിങ്ങളുടെ മുന്നിൽ പ്രൂവ് ചെയ്യാൻ ഞാൻ ഒരു കണ്ടീഷൻ PJ കുര്യനോടോ ഉമാ തോമസിനോടോ PJ തോമസ് അദ്ദേഹം മരിച്ചുപോയി ചോദിക്കട്ടെ എന്ന് പറഞ്ഞു. PJ കുര്യൻ ഭാഗികമായെങ്കിലും എന്നെ അംഗീകരിച്ച് എന്നെ അറിയില്ലെന്ന് പറഞ്ഞില്ല. EP മോഡലിൽ